അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റു, ഭഗവാനെ ഒന്ന് തൊഴുതു, നമ്മളെ സ്ഥിരം വെള്ളം കുടിച്ചു കേട്ടോ. 400 ml വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ മണിലാൽ സാറിൻ്റെ എക്സസൈസാണ് തുടങ്ങുന്നത്. അതുതന്നെയാണ് ചെയ്തത്. ഒരു 30 മിനിറ്റോളം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സസൈസ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് അപ്പോൾ ഞാനൊരു 12 വർഷം മുമ്പ് എൻ്റെ തൂക്കം എത്രയാണെന്ന് വെച്ചാൽ ഞാൻ 64 കിലോ ആയിരുന്നു. ഇപ്പോൾ ഞാനത് എത്രയിലെത്തിയത് 82 കിലോയിൽ വരെ ഞാൻ എത്തി. കാരണം എൻ്റെ ഭക്ഷണ രീതി തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരം ധാരാളം ഉപയോഗിക്കുമായിരുന്നു. ചായ കുടിക്കും, മധുരം ഇഷ്ടമായിരുന്നു. ലഡു പോലത്തെ ഭക്ഷണങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതിൽ കപ്പ ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ധാരാളമായിട്ട് കഴിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ അങ്ങനെ കഴിച്ചിട്ടൊക്കെയാണ് ഞാൻ എൻ്റെ വെയിറ്റ് ഇത്രയും അധികമാക്കി കൊണ്ടുവന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കുക. പിന്നെ അത് കുറയാനാണ് പിന്നെ എൻ്റെ ശ്രമം. എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഈ തടി കൊണ്ട് ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് മുട്ടുവേദനയൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ നോക്കി. വെയിറ്റ് കുറയ്ക്കുക പറഞ്ഞാൽ ഇനി ഞാൻ പല വിഡ്ഢിത്തങ്ങളും വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. പിന്നെ വെയിറ്റ് ചെയ്യുമ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യും. ഇതേപോലെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ചിലപ്പോൾ കഠിനമായതൊക്കെയാണ് ചെയ്യുക. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്ക് വേദന വരും, മേലാസകലം വേദന വരും, പിന്നെ വയ്യാണ്ടാവും. അപ്പോൾ ഭക്ഷണം അതേപോലെ ഞാൻ വല്ലാതെ ഒരു നേരം കഴിക്കാണ്ടൊക്കെ അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാവുകയാണ് ചെയ്തത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് നമുക്ക് ശരീരത്തിന് പറ്റുന്ന വ്യായാമങ്ങളൊക്കെ ചെയ്യാമെന്നും ഭക്ഷണങ്ങൾ കഴിക്കാണ്ടിരിക്കുക എന്നല്ല, പിന്നെ ആവശ്യത്തിന് നല്ല കൃത്യമായ രീതിയിൽ ഭക്ഷണം എങ്ങനെയാ വെച്ചാൽ കഴിക്കുക. അതിൽ കലോറിയൊക്കെ കുറഞ്ഞ് മധുരമൊക്കെ കുറച്ച് അങ്ങനെയൊക്കെ കഴിക്കണമെന്ന് മനസ്സിലാക്കി. പിന്നെ ഞാൻ അങ്ങനെ ജിമ്മിന് പോയ ശേഷമാണ് കുറച്ചുകൂടെ എനിക്ക് മനസ്സിലായി തുടങ്ങിയത് എങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കണം എന്നും. പിന്നെ എനിക്ക് ക്ഷീണം അങ്ങനെയൊന്നും വന്നില്ല കേട്ടോ. മറ്റേത് ഞാൻ ഭക്ഷണമൊക്കെ കുറച്ച് ക്ഷീണമായി, വയറിൽ ഗ്യാസ് വരും, ഡോക്ടറെ അടുത്ത് പോവും, പിന്നെ ഞാൻ അധികം ഭക്ഷണം കഴിക്കും, അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ അവസ്ഥ. പിന്നെ ജിമ്മിന് പോയി തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്. പിന്നെ ഞാനത് കൃത്യമായ രീതിയിൽ തന്നെ ഭക്ഷണം കഴിച്ചു. ചായ കുടിക്കുന്നത് ഞാൻ പാടെ നിർത്തി. ആദ്യം ഒരു ദിവസം ചായ കുടിച്ച് നാളെ കുടിക്കൂല എന്നൊക്കെ വിചാരിക്കും. പിന്നെ എന്ത് ചെയ്യും, അതന്നെ അതിൻ്റെ ഇരട്ടി കുടിക്കുമായിരുന്നു. പിന്നെ ഞാൻ ഒരൊറ്റ ദിവസം കൊണ്ട് തീരുമാനിച്ചു ചായ ഇനി കുടിക്കുന്നില്ല എന്ന്. അതുകൊണ്ട് ചായയും കാപ്പിയൊക്കെ നിർത്തി കേട്ടോ. അങ്ങനെ വ്യായാമം കഴിഞ്ഞു. ഞാൻ രാവിലെ ഗോതമ്പ് പുട്ടും കടലക്കറി വീട്ടിലുണ്ടായ തന്നെ 2 പഴമാണ് കഴിച്ചത്. പിന്നെ ഈ കുപ്പി വെള്ളം ഞാൻ കഴിക്കുന്നുണ്ട്. 4 കുപ്പി വെള്ളം കുടിച്ചു. ഒരു 11:30 ആകുമ്പോൾ ബദാം, അണ്ടിപ്പരിപ്പ്, പിസ്ത ഒക്കെയാണ് കഴിച്ചത് കേട്ടോ. പിന്നെ അപ്പം ഞാൻ കുറച്ച് പനീർ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇത് എൻ്റെതായ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. സാധാരണ പനീർ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക സിമ്പിളായിട്ട്. പിന്നെ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നല്ല സ്വാദോടെ ഭക്ഷണം കഴിച്ചാൽ നമ്മൾ ഓവറായിട്ട് കഴിക്കാനൊരു ടെൻഡൻസി ഉണ്ട്. എൻ്റെ സ്വഭാവം വെച്ചിട്ടാണേ പറഞ്ഞത്. അപ്പം എന്താണ്, ഞാൻ വിചാരിച്ചു ഒന്ന് തട്ടിക്കൂട്ടി. പക്ഷെ ഞങ്ങൾക്ക് പ്രോട്ടീൻ വേണമല്ലോ. ഞങ്ങൾക്ക് വേറെ ഇതിൽ കൂടിയൊന്നും ഞങ്ങൾക്ക് പ്രോട്ടീൻ കിട്ടുന്നില്ല. അപ്പം ഇങ്ങനെ പനീറോ അല്ലെങ്കിൽ കടല, ചെറുപയർ അതിൽ കൂടി അങ്ങനെയൊക്കെയാണല്ലോ ഞങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഒരു തട്ടിക്കൂട്ടായിട്ട് ഒരു പനീർ അത് എത്തിക്കുക എന്നുള്ളൂ. കുറച്ച് പ്രോട്ടീൻ വയറ്റിൽ എത്തിക്കുക എന്നുള്ളതിൽ കുറച്ച് ഉള്ളിയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ തക്കാളിയും ഒക്കെ ഇട്ടിട്ട് ചെറുതായി തട്ടിക്കൂട്ടിയിട്ട് ഒരു പനീർ കൊണ്ട് എന്തോ ഒരു ഡിഷ്, പേരൊന്നുമില്ല കേട്ടോ, ഒരു ഡിഷ് അത് ഉണ്ടാക്കുകയാണേ. ഉണ്ടോ, പേരൊന്നുമില്ലാത്ത എൻ്റെ പനീറിൻ്റെ കറി ശരിയായിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കൊന്നെടുത്ത് വായിലൊക്കെ വെച്ചു. നല്ല സ്വാദൊക്കെ ഉണ്ട്, നല്ല പുളിയും ഒക്കെ ആയിട്ട് നല്ല സ്വാദൊക്കെ ഉണ്ട്. പേരില്ലാന്നേ ഉള്ളൂ, കണ്ടില്ലേ, നല്ല ടേസ്റ്റാട്ടോ. അപ്പം ഞാനിതൊക്കെ കൂട്ടിയിട്ടൊന്ന് ഊണ് കഴിക്കട്ടെ. പിന്നെ ഉച്ചയ്ക്ക് ചോറ്, മത്തനും പരിപ്പും കൂടെ ഒരു കൂട്ടാൻ, പിന്നെ കയ്പ്പക്കയും പയറും ഉപ്പേരി, അതുമാണ് കേട്ടോ ഞാൻ കഴിച്ചത്. പിന്നെ വൈകുന്നേരം 2 പഴം കഴിച്ചിട്ടുണ്ട് കേട്ടോ. ചെറുപഴം തന്നെയാണ് കഴിച്ചത്. വൈകുന്നേരം 2 ഗോതമ്പ് ദോശയും കുറച്ച് ചെറുപയർ കറി. അങ്ങനെ രണ്ടാമത്തെ ദിവസം ഞാൻ വിജയകരമായി പൂർത്തിയാക്കി. എൻ്റെ കൂടെ ഉള്ളവരും ഇതേപോലെ തുടങ്ങുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നാളെ ഡേ 3 ആയിട്ട് ഇതേ സമയത്ത് ഞാൻ വരാം കേട്ടോ. ബൈ, താങ്ക് യു.